ഈ കാണുന്ന ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ വിത്ത് സോഫ ഉണ്ടോ? ഇതിൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാം. ഇതിൽ നമ്മൾ കണ്ടില്ലേ, 2 ചെയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. 2 അല്ല, മൊത്തം 4 ചെയറാണുള്ളത്. നമുക്ക് ഈ ചെയർ ഇങ്ങനെ നീക്കിയിടാം. അതായത് ഇതല്ലേ ഇവിടെ പിടിച്ച്, ഇതിപ്പോൾ കുറച്ച് സൗണ്ട് കേൾക്കും കേട്ടോ, ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നും. പക്ഷേ എത്ര സൗണ്ട് ഉണ്ടാവില്ല. നമ്മൾ എല്ലാത്തിൻ്റെ അടിയിൽ ഓരോ ബുഷ് വരുമ്പോൾ നമുക്ക് ഇത്ര ഇതുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല സൗണ്ടൊന്നും. ഇത് നമുക്ക് 4 ചെയറാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമുക്കിത് പുറത്തെടുക്കേണ്ടുള്ളൂ. അതേപോലെ ഇതെന്താ ഇത്രയും കനത്തിലുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, നമ്മളിവിടെ വേസ്റ്റ് കുറച്ച് പൈപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത കുറച്ച് പൈപ്പ് ബാക്കി ഉണ്ടായിരുന്നു. ഇത് റിട്ടേൺ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയതാണ്. സാധാരണ ഉണ്ടാക്കുന്നവർ ഇത്ര വലുപ്പത്തിൽ ഇത്ര വണ്ണത്തിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 1.5x 1.5 അത്ര മതി കനം ശരിക്ക്. അങ്ങനത്തെ പൈപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ മരത്തിൻ്റെ പല ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരത്തിൻ്റെ ഡിസൈനിന് ഞാൻ അന്വേഷിച്ച് 20, 22, 23 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത്. ഇത് നമ്മൾ 2 ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നമ്മൾ മുക്കാൽ പട്ടികയാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതില്ലേ എന്താ മുക്കാലിൻ്റെ സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് പെയിൻ്റ് അടിച്ചൊന്ന് ഉഷാറാക്കിയാൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇതിന് മുകളിൽ നമ്മൾ ബ്ലാക്ക് ഗ്ലാസ്സാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അത് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രസമുണ്ടായിരിക്കും. പിന്നെ മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് ഉഷാറാക്കി എടുത്താൽ സംഭവം കിണ്ണായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് കണ്ടില്ലേ, ഈ ഒരു സ്പേസ് നമുക്ക് നമ്മുടെ ഹാൾ, അതായത് മൊത്തത്തിൽ നമ്മൾ ഓപ്പണായിട്ടാണ് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട് ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് കയറി കാണാം. ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്ര ഏരിയയാണ് നമുക്ക് ഇതിന് ആകെ യൂസ് ആവുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് വലിയ ഉപദ്രവമില്ലാത്ത രീതിയിൽ അവിടെ കിടക്കും. ഓപ്പൺ കിച്ചൺ തന്നെ ആയതുകൊണ്ട് ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വയ്ക്കാം. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. അടുപ്പ് ഈ ഭാഗത്താണ് വരിക. അടുപ്പിനുള്ള എക്സോസിനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അതായത് എങ്ങനെ ചെയ്യാം, എങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് എക്സോസൊക്കെ ചെയ്യാം. അതായത് എന്താ പറയുക, മോഡുലാർ കിച്ചണൊക്കെ അല്ലേ, അതൊക്കെ ഒരുപാട് 10-40,000 രൂപയൊക്കെ കൊടുത്ത് ചെയ്യുന്നവർ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് 1-2 കൂട്ടുകാരുടെ വീട്ടിൽ വർക്ക് ചെയ്ത് വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ കാരണം. അതിനെ പറ്റിയൊക്കെയുള്ള ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ചെയറിനെ പറ്റിയൊക്കെ, ചെയറിനെയും ഡൈനിങ് ടേബിളിനെയൊക്കെ പറ്റി, അതേപോലെ സോഫ സെറ്റ് ഞാൻ കാണിച്ചെന്നില്ല. ഇത് 2 വലിച്ചിട്ടാൽ നമുക്ക് ആവശ്യമെങ്കിൽ 2 വലിച്ചിട്ടാൽ നമുക്കിതൊരു സോഫ സെറ്റ് ആയിട്ട് മാറ്റാം. അങ്ങനെ 2 രൂപത്തിൽ നമുക്ക് സോഫ സെറ്റ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെ കൈ വെച്ച് ഇരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ സെറ്റ് വിത്ത് ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. ഒന്ന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും അനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോകളുടെ ഇത്. കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട്. കണ്ടവർ തന്നെ ഒരുപാട് പേര് നമ്മളെ ചാനലിനെ പറ്റി അഭിപ്രായം പറയുമ്പോഴും ഓരോരുത്തർ വാട്സപ്പിൽ വന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.